സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ അളവറ്റ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തിയുടെ വലിപ്പം, അവരിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക ശക്തിയുടെ വലിപ്പം ഇന്ന് ഏതാണ്ട് ഭൂരിഭാഗം പേരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ വിശ്വാസികളോട് പറയുന്നത്, വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അളവറ്റ ഒരു വലിപ്പമുണ്ട്. ആ അളവറ്റ വലിപ്പം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ, നിങ്ങൾ വ്യാപിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ, ആ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചെടുക്കുവാൻ പോകുന്ന പ്രവർത്തിച്ചെടുക്കുവാൻ പോകുന്ന ദൈവിക പ്രവൃത്തിയുടെ അതിരുകൾ ആർക്കും നിശ്ചയിക്കുവാൻ കഴിയുകയില്ല. കാരണം അത്രയും വലിയൊരു ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൽ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ശക്തി, വിശ്വസിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരുടെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ശക്തി അന്നു മുതൽ ഇന്നുവരെയും അവൻ്റെ 2-ാം വരവ് വരെയും ഓരോ വിശ്വാസിയിലും വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. പഴയ നിയമകാലത്ത് ഈ ദൈവത്തിൻ്റെ ശക്തി ഓരോ വ്യക്തിയുടെ മേൽ വ്യക്തിപരമായി ഇറങ്ങിയിരുന്നുവെങ്കിൽ, അത് മോശയുടെ മേൽ, ഏലിയാവിൻ്റെ മേൽ, ഏലിശയുടെ മേൽ, ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും മേൽ വ്യക്തിപരമായി ഇറങ്ങുകയായിരുന്നു അഭിഷേകത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം. മോശയിൽ ഇറങ്ങി വന്ന അഭിഷേകത്തിൻ്റെ സാന്നിധ്യം പ്രവർത്തനത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട 70 പേരുടെ മേലേക്കും വ്യാപരിച്ചപ്പോൾ, 70 പേരിലേക്കും ദൈവം വിഭാഗിച്ചു കൊടുത്തപ്പോൾ, കൂടാരത്തിലിരുന്ന് ആ ശക്തിയുടെ അഭിഷേകത്തിൻ്റെ സ്ഥാനത്ത് പ്രവചിച്ച 2 പേരെ കുറിച്ച് യോശുവ മോശയുടെ അടുക്കൽ വന്ന് പറയുകയും, അവർ 2 പേരും മോശ വിളിച്ചു കൂട്ടാത്തിടത്തേക്ക് വന്നില്ല എന്ന് യോശുവ പറഞ്ഞപ്പോൾ മോശ മറുപടി പറഞ്ഞതാണ്, നീ അവരെ ഓർത്ത് അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ ശക്തി മുഴുവൻ പേരിലും വ്യാപരിച്ചെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മോശയുടെ ആ ആഗ്രഹം, മോശയുടെ ആ പ്രാർത്ഥന സഫലമായത് 1-ാം നൂറ്റാണ്ടിൽ മാളിക മുറിയിൽ വച്ചാണ്. അന്ന് മോശയുടെ മേൽ അളന്നാണ് ഈ ശക്തി കൊടുത്തിരുന്നത് എങ്കിൽ, അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ മേൽ അളന്നാണ് ഈ ശക്തി കൊടുത്തിരുന്നത് എങ്കിൽ, ഇന്ന് വിശ്വസിക്കുന്ന ഓരോ ക്രിസ്തുവിൽ വിടുതൽ പ്രാപിച്ച ഓരോ വ്യക്തിയുടെയും മേലേക്ക് അളവില്ലാത്ത വണ്ണമാണ് ഈ ശക്തി കൊടുത്തത് എന്ന് പുതിയ നിയമം പറയുന്നു. മൺകൂടാരങ്ങളിൽ പരപ്പെട്ടിരിക്കുന്ന ഈ ശക്തിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ ദൈവത്തിൻ്റെ ശക്തി, ആഴത്തിന്മേലെ വ്യാപരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ശക്തി സൃഷ്ടി നടത്തുവാൻ പര്യാപ്തമായി എന്ന് തന്നെയാണ്. അതായത് നാം കാണുന്ന ഈ സകല ചരാചരങ്ങളെയും, ജീവിവർഗങ്ങളെയും, ജീവനുള്ള സകലതിനെയും സൃഷ്ടിക്കുവാൻ കാരണഭൂതമായത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അളവില്ലാതെ വണ്ണം നിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുമ്പോൾ, അത് കേവലം ഒരു അന്യഭാഷയിൽ ഒതുങ്ങുന്നതല്ല, മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേലേക്ക് വ്യാപരിച്ചിട്ട് ദൈവത്തിന് പകരമായി സൃഷ്ടി നടത്തുവാൻ, ദൈവത്തിന് പകരമായി ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ ആക്കി വച്ചിരിക്കുന്ന പ്രതിപുരുഷന്മാരാണ്. അതുകൊണ്ടാണ് പുതിയ നിയമം പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ അംബാസഡർമാരാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണ്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് എങ്കിൽ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എങ്കിൽ, അഭിഷേകത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ മേലുണ്ട് എങ്കിൽ, ദൈവം ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ നമ്മെ ആക്കി വച്ചിരിക്കുന്നു എങ്കിൽ,
വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം മൂവ് ചെയ്യുക. വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം മുന്നോട്ട് പോവുക. ദൈവ സൃഷ്ടിയുടെ അത്ഭുതകരമായ പ്രവർത്തനം നിന്നിൽ കാണുവാൻ ഇടയായി തീരുമാറാകട്ടെ. ദൈവശക്തിയുടെ അത്ഭുതപരമായ പ്രവർത്തനം നമ്മിൽ കാണുവാൻ ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് യാഹ്വേ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിച്ചാർക്കുക. ആമേൻ.